ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ന്യൂജൻ ഗെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് FR Legends ആണ്. അപ്പോൾ ഗൈസ് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തൊരു തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ചേക്ക്. കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി മുതൽ വീഡിയോ നമ്മൾ ഇടുന്നതാവും ഡെയിലി. നമ്മളെ കൊണ്ട് പറ്റുന്ന ഇടുന്നതാവും നമ്മൾ. അപ്പം ഗെയിം തുറക്കുമ്പോൾ ഇങ്ങനെയാവും വരിക. ഓഫ്ലൈനും ഓൺലൈനും ഉണ്ടാവും. നമ്മൾ ഓഫ്ലൈനാണ് കൊടുത്തത്. ഓൺലൈനിലും കളിക്കാം, മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ഒരു കാർട്ടൂൺ ബേസ്ഡ് ഗ്രാഫിക്സാണ് ഈ ഗെയിമിന് വന്നത്. ഗെയിം കയറുമ്പോൾ തന്നെ ഇങ്ങനെ വരും. ഞാൻ പിന്നെ നേരത്തെ ലോഗിൻ ചെയ്ത ഗെയിമായ കാരണം നമ്മുടെ വണ്ടി കുറച്ച് അപ്ഗ്രേഡഡ് ആണ്. നിങ്ങൾക്ക് കയറുമ്പോൾ പേര് ചോദിക്കും, എന്നിട്ട് പേര് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗ്യാരേജ് ചെയ്യാം. ഗ്യാരേജ് പോയാൽ നമ്മുടെ കാറ് അപ്ഗ്രേഡ് മോഡിഫിക്കേഷൻ അങ്ങനത്തെ ഒക്കെ ഒരു ഇതിൻ്റെ ഇതാണ്. നമ്മുടെ കാർ ഇതാണ്. നമ്മൾ കുറേ സ്റ്റിക്കർ വർക്കും അതും ഇതൊക്കെ ചെയ്തിട്ട് ബോഡി കിറ്റൊക്കെ മാറ്റി ആക്കിയ വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ സ്ക്രീനെ ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ വരും. നമുക്ക് ഫ്രണ്ടിലെ ബമ്പർ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബമ്പർ, ടോപ്പ് ലൈറ്റിന് പറ്റിയ ബമ്പർ, നോർമൽ സ്ട്രെയിറ്റ് ലൈറ്റിന് പറ്റിയ ബമ്പർ, അങ്ങനത്തെ ഓരോ ബമ്പറുകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ എല്ലാ സൈഡും മാറ്റാം. പിന്നെ അതുപോലെ നമുക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ നമുക്ക് സൈഡിൽ ബോഡി കിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ അവർ തന്നെ ഓരോ സജഷൻ തരും. നമുക്ക് എങ്ങനത്തെ ബോഡി കിറ്റാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അവർ തന്നെ ഓരോന്ന് കാണിച്ചു തരും. ഇത് രണ്ടാമത്തെയാണ്. ഇത് മൂന്നാമത്തെ ബോഡി കിറ്റാണ്. ഇത് നാലാമത്തെ. സ്റ്റിക്കർ വർക്കൊന്നും അവർ ചെയ്തില്ല, നമ്മൾ തന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്യണം. ഇത് 5. ഇത് ആറാമത്തെ. ഇനി നമുക്ക് ഇതിലൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ പറ്റും. നമുക്കത് കഴിഞ്ഞിട്ട് മറ്റേ ബോഡീസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാം. ഫസ്റ്റ് കളിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡീസ് ഒന്നും ഇല്ലാണ്ട് കളിക്കുന്നത് ഞാൻ നല്ലതെന്ന് പറയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി നാശമാവില്ല, ബോഡി പെട്ടെന്ന് കേടാവില്ല. പിന്നെ നമുക്ക് പൈസ ആയിക്കഴിയുമ്പോൾ ആവാം. പിന്നെ ഇത് സ്റ്റിയറിങ് അങ്ങനത്തെ ഉള്ളിലെ ഒരു അപ്ഗ്രേഡാണ്, അതും അതുപോലെ തന്നെയാണ്. പിന്നെ സ്റ്റിക്കർ വർക്ക്, ഇപ്പം ഞാൻ ചെയ്തിരുന്ന പെയിൻ്റ് ഇല്ല, ബ്ലാക്ക് അടിയില്ല, അതൊക്കെ സ്റ്റിക്കറാണ്. ഇങ്ങനെ ഓരോ ഇതാണ്. ഞാൻ ഫസ്റ്റ് FR Legends കളിച്ചപ്പോൾ ഇട്ട സ്റ്റിക്കർ വർക്ക് ഇതായിരുന്നു. ഈ സ്റ്റിക്കർ വർക്ക് ഇട്ടിട്ടായിരുന്നു. പിന്നെ ഇപ്പം ഇതാക്കി. അതിൻ്റെ 3 കളറുണ്ട്, പിങ്ക്, വൈറ്റ്, പിന്നെ ഈ കളറ് പച്ച. പിന്നെ എൻജിൻ അപ്ഗ്രേഡിങ്ങിന് വരുമ്പോൾ എൻജിൻ നമുക്ക് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യാം. പിന്നെ ചില്ലിലും പിന്നെ നമ്മുടെ ബോഡിയിലും ഇടാൻ പറ്റുന്ന സ്റ്റിക്കർ. പിന്നെ എൻജിൻ്റെ കാര്യം വരുമ്പോൾ ആണെങ്കിൽ നമ്മൾ തന്നെ എൻജിൻ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈ HP എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ കാറ് വാങ്ങുകയാണെങ്കിൽ അത് കൂടുതലുള്ള HP കൂടുതലുള്ള കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കൂടുതൽ കിട്ടും. ഞാൻ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ പകുതി അപ്ഗ്രേഡ് ചെയ്ത് വരികയാണ്. എൻ്റെ പണ്ടുണ്ടായിരുന്ന വണ്ടി ഫുൾ അപ്ഗ്രേഡ് ആയിരുന്നു കേട്ടോ. ആ ഒരു അപ്ഗ്രേഡ് ഫുൾ കഴിഞ്ഞ് ടർബോയിൻ്റെ അത് കഴിഞ്ഞാലേ വരുള്ളൂ. പിന്നെ നമ്മൾ ബോഡി കിറ്റിനനുസരിച്ച് വീർപ്പിക്കുമ്പോൾ ടയർ ചെരിക്കുക, വീതി കൂട്ടുക, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് കാറുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ അടുത്തത് വാങ്ങാൻ പോണ കാർ എന്താണെന്ന് കാണിച്ചു തരാം. ഈ കാറുണ്ട്. ഇതിൽ ഏറ്റവും സ്പീഡുള്ള കാറാണ് ഈ 2 കാറ്. സെറ്റ് കാറാണ്, പക്ഷേ കോയിൻസ് വേണം. കോയിൻസ് എൻ്റെ കയ്യിലില്ല. ഇതാണ് കാറ്. അപ്പോൾ ഈ സാധനം ആ കാറും സെയിം സാധനം, സ്റ്റിക്കർ വർക്ക് ചെയ്യാത്തതെന്നേ ഉള്ളൂ. കോയിൻസ് ഇതിന് പൈസ ഉള്ളത്. അപ്പം നമ്മൾ ആ കാറ് വാങ്ങിച്ചിട്ട് ഇതുപോലെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കോയിൻസ് കൊടുക്കാണ്ട് ലാഭമായില്ലേ. അപ്പം അതൊരു ആലോചനയുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് പ്ലേ ഞെക്കിയിട്ട് ഫസ്റ്റ് അത് കാണുന്നത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഗെയിം പഠിക്കാം. പിന്നെ മൾട്ടിപ്ലെയർ ആണ് എൻ്റെ ഈ നെറ്റില്ലാത്ത കാരണമാണ് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റാത്തത്. നമുക്ക് പറ്റുവാണെങ്കിൽ അടുത്ത വട്ടം നമ്മൾ നമ്മുടെ കൂട്ടുകാരനൊപ്പം മൾട്ടിപ്ലെയർ കളിക്കാം. നമ്മളപ്പോൾ ഒരു മാപ്പ് എടുത്ത് റേസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോണ ബ്ലൂ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ഞാൻ ആദ്യം നമ്മൾ ഗെയിമിലേക്ക് കയറി കളിക്കുമ്പോൾ ഈ സംഭവം വരില്ല. രണ്ടാമത് കളിക്കുമ്പോൾ ഇത് വരുള്ളൂ. കാരണം
നമ്മളെ കോപ്പി ചെയ്യും ഇവർ, ഏത് വഴിക്കൂടെ പോയി എങ്ങനെയാണ് അതൊക്കെ ചെയ്തിട്ട് രണ്ടാമതിൽ നമ്മളെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യും ഈ കളിയിൽ. അതാണ് ഇങ്ങനെ ബ്ലൂ കളർ കാറ് പോകണം. നമ്മൾ നേരത്തെ ഏത് വഴിക്കൂടെ പോയാൽ അത് തന്നെ പോവുള്ളൂ. പക്ഷെ ഒരു വട്ടം അങ്ങനെയൊക്കെ ചില റേസിൽ നമ്മൾ കൂടുതൽ ഇപ്പം നേരത്തേനെക്കാട്ടും കൂടുതൽ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ അതാവും എടുക്കുക, സ്പീഡുള്ള ആ സ്ഥലമാണ് എടുക്കുക. അപ്പം ഇത് നല്ല സംഭവമാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഗുണമുണ്ട്, നമ്മൾ അതിനെ തോൽപ്പിക്കാൻ വേണ്ടി സ്പീഡ് കൂട്ടും, അപ്പം നമുക്ക് ജയിക്കാൻ പെട്ടെന്ന്. പിന്നെ അടിയിൽ ടയറിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, ടെമ്പറേച്ചറല്ല ഇത് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറിൻ്റെ ഡ്രിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ടയറിൻ്റെ പുകഞ്ഞിട്ട് തേയില്ലേ, തേഞ്ഞ് കഴിഞ്ഞാൽ അത് ടയർ തീരാറായെങ്കിൽ അവിടെ സിഗ്നൽ കാണിക്കും, അപ്പം മാറ്റണം, ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓടില്ല. പിന്നെ മുകളിൽ മീറ്റർ, ഹാൻഡ് ബ്രേക്ക്, ലൈറ്റ്, ടോപ്പപ്പ് ലൈറ്റ് വെക്കുകയാണെങ്കിൽ ആ ലൈറ്റിൻ്റെ മീറ്ററിൻ്റെ അടിയിലുള്ള ലൈറ്റിൻ്റെ ഞെക്കിയാൽ തന്നെ തുറക്കും. പിന്നെ മുകളിൽ 5 സ്റ്റാർ കാണുന്നില്ലേ, 1 സ്റ്റാർ നേടിയ 800 രൂപ കിട്ടും, 2 സ്റ്റാർ നേടിയ 1200 രൂപ, 3 സ്റ്റാർ 2000, അങ്ങനെ പോവും. പിന്നെ മേളിൽ പോസ്റ്റ് ബട്ടൺ, ക്യാമറയുടെ ബട്ടൺ, ഫസ്റ്റ് പേഴ്സൺ അങ്ങനെയൊക്കെ മാറ്റണ ബട്ടൺസാണ്. ഫിനിഷ് ചെയ്തിട്ടുണ്ട്, എനിക്ക് 2 സ്റ്റാറാണ്, അപ്പോൾ 1200 കിട്ടും. 1200 കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബാക്ക് അടിക്കാം, ഹോമിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇടിച്ചിട്ട് സൈഡൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് റിപ്പയർ അടിക്കാം. ഇനി ടയറിൻ്റെ കാര്യം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ്. ടയറിന് മേളിൽ 100%, അത് പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും ഓരോ ടയർ. ഞാൻ പറയുകയാണെങ്കിൽ മറ്റേ 4ാമത്തെ ടയർ ഇടുന്നതാവുന്നല്ല, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. 4ാമത്തെ ടയർ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും വൈറ്റ് കളറിൽ വട്ടമൊക്കെ വെച്ചിട്ട്. ആ ടയർ നല്ല ടയറാണ്, അത്യാവശ്യം സ്പീഡും തരും, കുറേ കാലം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ബൈ ബൈ.